നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 31-ാം വാക്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. ആരാണ് ലയ? ലയ യാക്കോബിൻ്റെ ആദ്യത്തെ ഭാര്യയാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്, അവൻ ലയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. ലയ സത്യം പറഞ്ഞാൽ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി മാത്രമാണ്, നിസ്സഹായ ഒരു പെൺകുട്ടിയാണ്. കാരണം അവളുടെ ഭർത്താവിനെ അവളല്ല തിരഞ്ഞെടുത്തത്, അവളുടെ അപ്പനാണ് അവളെ ഭർത്താവിന് കൊടുത്തത്. പക്ഷേ യാക്കോബ് അവളെ സ്നേഹിച്ചില്ല. അതല്ലെങ്കിൽ അവളെ കുറച്ചേ സ്നേഹിച്ചുള്ളൂ, സഹഭാര്യയെക്കാളും കുറച്ചേ സ്നേഹിച്ചുള്ളൂ. അവൾ ശരിക്കും അവഗണന അനുഭവിച്ചു. ആ ഒരു കൂടാരത്തിൽ അവഗണിക്കപ്പെട്ട് കിടന്ന ലയയുടെ ദുഃഖം നമുക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരാം. എന്തുമാത്രം സങ്കടം അവൾക്കുണ്ടായി. പക്ഷേ അവൾ നിസ്സഹായായിരുന്നെങ്കിലും ദൈവം അവളെ കണ്ടു. അതായത് ദൈവത്തിന് ഏറ്റവും മനോഹരമായ പ്രത്യേകത ഇതാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപക്ഷെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ടാകും. ഒത്തിരി പേര് പല രീതിയിൽ, ഒരുപക്ഷെ വീട്ടിൽ അവഗണിക്കപ്പെട്ടവരുണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ അവഗണന നേരിടുന്നവരുണ്ടാവാം, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവരുണ്ടാവാം. അങ്ങനെ അവഗണനയുടെ നൊമ്പരം പേറുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു സദ്വാർത്തയാണിത്: നിങ്ങളെ ആരൊക്കെ കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. അത് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അവഗണിക്കപ്പെടുന്നവരെ, ആരുമില്ലാത്തവരെ, ഒന്നുമില്ലാത്തവരെയൊക്കെ കാണുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും, അത് സത്യമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.